ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിസൈനർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസ് ജോസ്. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് അഡോബ് ഇല്ലുസ്ട്രേറ്ററിനെ കുറിച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ്. നിങ്ങൾ ഈ വീഡിയോയുടെ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഒരു ഇമേജിനെ അഡോബ് ഇല്ലുസ്ട്രേറ്റർ യൂസ് ചെയ്തുകൊണ്ട് വെക്ടറായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ട്യൂട്ടോറിയലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഇമേജിനെ ഇങ്ങനെ ഇല്ലുസ്ട്രേറ്റർ യൂസ് ചെയ്തുകൊണ്ട് വെക്ടറായിട്ട് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ ചിലർക്കൊക്കെ അറിയാമായിരിക്കും. പക്ഷേ അറിയില്ലാത്തവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഞാനിവിടെ ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു ഐക്കൺ നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഐക്കൺസിനെ നമുക്ക് അഡോബ് ഇല്ലുസ്ട്രേറ്റർ യൂസ് ചെയ്തുകൊണ്ട് വെക്ടറായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഇമേജിനെ അഡോബ് ഇല്ലുസ്ട്രേറ്ററിലേക്ക് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ഇമേജിനെ ഒന്ന് സൂം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഇമേജിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ jpeg ഇമേജിനെ ഒന്ന് ട്രേസ് ചെയ്ത് വെക്ടറായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം മെനു ബാറിൻ്റെ താഴെയായിട്ട് ഇമേജ് ട്രേസ് എന്നുള്ളൊരു ഓപ്ഷൻ. നമുക്ക് ഈ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഇമേജിനെ ട്രേസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് ഇമേജ് ട്രേസ് സെലക്ട് ചെയ്ത് മേക്ക് ആൻഡ് എക്സ്പാൻഡ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇമേജിനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഇമേജ് ട്രേസിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഇമേജ് ട്രേസ് ആയിട്ടുണ്ട്. അതിനുശേഷം വന്നിട്ടുള്ള ഈ എക്സ്പാൻഡ് ഓപ്ഷനിൽ കൂടി ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഇമേജ് പാത്തുകളായിട്ട് കൂടി കൺവേർട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് ഇതിനെ ഒന്ന് അൺഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഇമേജ് സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഇത് വെക്ടറായിട്ട് കൺവേർട്ട് ആയിട്ടുണ്ടെന്നുള്ള കാര്യം. ഇനി നമുക്ക് ഈ ഐക്കൺസിൻ്റെ കളറോ അതുപോലെ തന്നെ സൈസോ ഒക്കെ അനായാസം മാറ്റാൻ പറ്റുന്നതാണ്. ഈ ഐക്കണെ ഞാനൊന്ന് മൂവ് ചെയ്ത് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഐക്കണിൻ്റെ കളർ കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ലെയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഈ ഐക്കൺസ് എല്ലാം സെപ്പറേറ്റ് പാത്തായിട്ട് കൺവേർട്ട് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക.